നമസ്കാരം. കേരളത്തിൻ്റെ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ ബഡ്ജറ്റൊക്കെ കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ബഡ്ജറ്റിൻ്റെ അവലോകനമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ നമുക്ക് കേരളത്തിന് റെയിൽവേയിൽ എന്തൊക്കെയാണ് കിട്ടിയെന്ന് നോക്കാം. എന്തൊക്കെയാണെന്ന് കിട്ടിയെന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ പാത ഇരട്ടിപ്പിക്കലുമായി ബന്ധപ്പെട്ടതിന് എന്തൊക്കെയാണ് കിട്ടിയതെന്നാണ് നമ്മൾ സ്പെസിഫിക് ആയിട്ട് നോക്കാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, കേരളത്തിലെ റെയിൽവേ വികസനം എന്ന് പറയുന്നത് കീറാമുട്ടിയായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. വളരെ കാലങ്ങളായിട്ട് നമ്മൾ പലവിധ വികസനത്തിനായിട്ട് മുറവിളി കൂട്ടുന്നുണ്ട്, പക്ഷേ ഒന്നും വരുന്നില്ല. അതാണ് യാഥാർത്ഥ്യം. ഇപ്പോഴും മെച്ചമൊന്നുമല്ല, പക്ഷേ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അത് തന്നെ കൊണ്ട് നമ്മൾ സഹിച്ചേ പറ്റത്തുള്ളൂ, അതുകൊണ്ട് നമ്മൾ ജീവിച്ചേ പറ്റത്തുള്ളൂ, അതുകൊണ്ട് നമ്മൾ മതിയായി മുന്നോട്ട് പോയേ മതിയാവത്തുള്ളൂ. അപ്പോൾ കുറച്ചു കാലമായിട്ട് ഫാർ ബെറ്ററാണ് പണ്ട് കിട്ടിയതിനേക്കാളും കിട്ടുന്നതെങ്കിലും ഇപ്പോഴും കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിലൊന്നും പറ്റില്ല. വളരെ മൈന്യൂട്ടാണെങ്കിലും ഓക്കെ, നമുക്കുള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്നത് പോലെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് ആ വികസനമെങ്കിലും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. ഏകദേശം 45ഓളം ലെവൽ ക്രോസുകളാണ് ഇനിയിപ്പോൾ മാറാനായിട്ട് പോകുന്നത്. ഈ 45 ലെവൽ ക്രോസുകൾക്ക് പകരം വലിയ രീതിയിലുള്ള പാലങ്ങളും അണ്ടർപാസുകളുമാണ് വരാനായിട്ട് പോകുന്നത്. ഇതിലേക്കായിട്ട് ഏകദേശം 44.33 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 1085 കോടിയുടെ പാത ഇരട്ടിപ്പിക്കൽ, സ്പെസിഫിക് ആയിട്ട് പറയുകയാണ്, പാത ഇരട്ടിപ്പിക്കലുമായി ബന്ധപ്പെട്ട് 1085 കോടി രൂപയാണ് നമുക്കിപ്പോൾ ബഡ്ജറ്റിൽ നീക്കി വെച്ചിരിക്കുന്നത്. മൊത്തം റെയിൽവേ വികസനം കേരളത്തിനായിട്ട് നീക്കി വെച്ചിരിക്കുന്നത് 3011 കോടിയാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, 3011 കോടി, അതിൽ 1085 കോടി എന്ന് പറയുന്നത് പാത ഇരട്ടിപ്പിക്കലിനാണ്. ഇതിൽ തന്നെ നമുക്ക് പ്രധാനപ്പെട്ട പാതകൾ എന്ന് പറയുന്നത് ഒരു 3-ാം പാത വരുന്നുണ്ട് നമ്മുടെ ഷൊർണൂരിനും എറണാകുളത്തിനും ഇടയ്ക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലൊരു തുക നീക്കി വെച്ചിട്ടുണ്ട്. 5 കോടി രൂപയാണ് അതിലേക്കായിട്ട് മാറ്റി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട ഒരു പാതയാണ് നമ്മുടെ ശബരി റെയിൽ പാത. ഈ ശബരി റെയിൽ പാത പറഞ്ഞു തുടങ്ങിയിട്ട് കുറേ കാലമായി. കുറച്ച് പേരൊക്കെ നമ്മളെ വന്ന് തെറി വിളിച്ചിട്ടുണ്ട്, എവിടെയാടാ ശബരി റെയിൽ പാത, നിങ്ങൾ കുറേ കാലം കൊണ്ട് വീഡിയോ ഇടുന്നുണ്ടല്ലോ, ഇതൊന്നും ഇവിടെ കാണുന്നില്ലല്ലോ. ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളല്ല ഇതൊന്നും ചെയ്യുന്നത്. നമുക്ക് ഈ വരുന്ന വാർത്തകൾ അല്ലെങ്കിൽ ഈ വരുന്ന ഡെവലപ്മെൻറ്റ്സ് നിങ്ങളിലേക്ക് എത്തിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. ബാക്കി പിന്നെ മറുപടി കൂട്ടേണ്ട നമ്മളുടെ എല്ലാവരുടെ ഒരു കൂട്ടായ്മയായിട്ടാണ്, ഒരു കൂട്ടയജ്ഞമാണ്. അതിൽ നമ്മൾ ഈ മീഡിയാസ് ഉൾപ്പെടും, ജനങ്ങൾ ഉൾപ്പെടും, അതുപോലെ തന്നെ ബ്യൂറോക്രാറ്റ്സ് ഉൾപ്പെടും, രാഷ്ട്രീയക്കാരുൾപ്പെടും, പൊളിറ്റീഷ്യൻസ് ഉൾപ്പെടും, എല്ലാവരും, ജനപ്രതിനിധികൾ എല്ലാവരും ഉൾപ്പെടുന്ന ഒരു സംഘത്തോടു കൂടി ചേർന്ന് നമ്മളിതൊക്കെ ഡിമാൻഡ് ചെയ്താലേ വരത്തുള്ളൂ. അപ്പോൾ ഈ പറയുന്ന ശബരി റെയിൽ പാതയ്ക്കായിട്ട് 100 കോടി മാറ്റി വെച്ചിട്ടുണ്ട്. എന്താവുമെന്ന് അറിയില്ല. പക്ഷേ ഈ 100 കോടി കൊണ്ട് പ്രത്യേകിച്ചൊന്നും നടക്കാനും പോകുന്നില്ല. ചിലപ്പോൾ ചെറിയ എന്തെങ്കിലും പഠനങ്ങളോ അല്ലെങ്കിൽ ഭൂമി ഏറ്റെടുപ്പ് പോലും ഒന്നും ആയിട്ടില്ല. അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാലും അവിടെ നിൽക്കട്ടെ, എന്തെങ്കിലും വരുമോ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ മറ്റൊരു പോസിറ്റീവ് കാര്യമുണ്ട്. ചെങ്ങന്നൂരിൽ നിന്ന് നമ്മുടെ പമ്പയിലേക്ക് ഒരു റെയിൽവേ ലൈനിനെ പറ്റിയപ്പോൾ നമ്മുടെ കേന്ദ്ര സർക്കാരൊക്കെ ആലോചിക്കുന്നുണ്ട്. ആക്ച്വലി അത് നല്ലൊരു സംഗതിയാണ്. ഇപ്പോൾ നോർമൽ ഒരു റെയിൽവേ സിസ്റ്റം വേണ്ട, നമ്മുടെ ഡൽഹിയിലോ മീററ്റിലേക്ക് ഇടയ്ക്ക് ഓടുന്ന ഒരു RRTS ഉണ്ട്, പലരും കണ്ടിട്ടുണ്ടാവും. അത് അങ്ങനെ ഒരു സിസ്റ്റം നമുക്ക് ഓടിച്ചാൽ മതി. നമുക്ക് മെട്രോയും വേണ്ട, അങ്ങനെ ഒരു സംഭവം വേണ്ട. RRTS നല്ലൊരു ഓപ്ഷനാണ്. ഇപ്പോൾ ഓഫ് സീസൺ സമയത്ത്, അല്ലാത്ത സമയത്ത് നമുക്കത് നോർമലി ദിവസത്തിൽ 2-3 നമുക്ക് ഓടിക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഇടയ്ക്ക് ഒരു ഫ്രീക്വൻറ്റ് എത്രയാണോ അവിടെ നിന്ന് ആൾക്കാർ അതിലേക്ക് വരുന്നത്, ട്രയൽ റണ്ണൊക്കെ നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. പക്ഷേ സീസൺ സമയത്ത് അല്ലെങ്കിൽ നമുക്കവിടെ സീസൺ എന്ന് പറയുമ്പോൾ ശബരിമലയിൽ മിക്കവാറും പൂജ നടക്കുന്ന സമയങ്ങൾ ഒത്തിരി ഉണ്ട്. പക്ഷേ സീസൺ സമയത്ത് നമുക്ക് ഒത്തിരി ട്രെയിനുകൾ നമുക്ക് അതിലൂടെ ഓടിക്കാനായിട്ട് സാധിക്കും. നേരത്തെ പറയുന്ന ശബരി റെയിലിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് ചിലപ്പോൾ ഇതിനുണ്ടാവത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണെങ്കിൽ നല്ലൊരു സംഗതിയാണ് ഈ RRTS എന്ന് പറയുന്നത്. ഇനി ഏത് ഓടുമെന്നൊന്നും അറിയത്തില്ല. ഞങ്ങൾ മുന്നോട്ടേക്കുന്നൊരു നിർദ്ദേശമാണ്. ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, അവർക്കത് ഫീസിബിളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇത് വഴി മുന്നോട്ട്, അല്ലെങ്കിൽ ഒന്ന് ഇതിൻ്റെയൊക്കെ ഒരു കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം. ഏതെങ്കിലുമൊക്കെ എമിനൻ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ചിലപ്പോൾ നമ്മളെ വീഡിയോ കണ്ടെങ്കിലോ. അപ്പോൾ അങ്ങനെ ഉള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ നാട്ടിലെ പല പ്രമുഖമായിട്ടുള്ള ആ ഒരു പാത ഇരട്ടിപ്പിക്കലിൽ എത്ര കോടി മാറ്റി വെച്ചിട്ടുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പാതയാണ് കേട്ടോ തിരുവനന്തപുരം കന്യാകുമാരി എന്ന് പറയുന്നത്. കാരണം നമ്മുടെ വിഴിഞ്ഞം പോർട്ടുമായിട്ട് ഇതിന് പലതിനും ബന്ധമുണ്ട്. അപ്പോൾ വിഴിഞ്ഞം പോർട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് പാത ഇരട്ടിപ്പിക്കൽ അത്യാവശ്യമാണ്. വളരെയധികം നല്ല രീതിയിലുള്ള കണ്ടെയ്നർ മൂവ്മെൻറ്റ്സ് ഇതുവഴി നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ഒരു പാതയായിട്ട് ഭാവിയിൽ മാറും. കുമ്പളം തുറവൂർ 102.5 കോടി, എറണാകുളം കുമ്പളം 105 കോടി, കുറുപ്പന്തുറ ചെങ്ങന്നൂർ 11.5 കോടി, അമ്പലപ്പുഴ ഹരിപ്പാട് 1.2 കോടി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പാത ഇരട്ടിപ്പിക്കലുമായി ബന്ധപ്പെട്ട കുറച്ച് വിഹിതങ്ങളും കാര്യങ്ങളൊക്കെ.
അപ്പോൾ നമ്മുടെ നാട്ടിലെ റെയിൽവേ വളരെയധികം നല്ല രീതിയിൽ വികസിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ പാതകളുടെ സ്ട്രെങ്തനിങ് വളരെയധികം അത്യാവശ്യമാണ്. നമുക്കറിയാം നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ ട്രെയിൻ 130 സ്പീഡിലൊക്കെയാണ് ഓടുന്നത്. നമ്മളെ ഗതിമാനൊക്കെ 160-ലാണ്. ആ ഒരു വേഗതയിലൊന്നും നമ്മുടെ നാട്ടിൽ പോകാൻ പറ്റത്തില്ല. നമ്മുടെ ആ സ്ട്രെച്ച് എന്ന് പറഞ്ഞാൽ ഷൊർണൂർ കഴിഞ്ഞിട്ടുള്ള സ്ട്രെച്ചിൽ അത്യാവശ്യം നല്ല സ്പീഡിൽ ഓടിക്കാനായിട്ട് സാധിക്കും. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മുടെ നാട്ടിലെ ബാക്കിയുള്ള പാതകൾ സ്ട്രെങ്തനിങ് വളരെയധികം അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ നമുക്ക് സ്പീഡ് ട്രെയിൻസ് ഇതിലൂടെ ഓടിക്കാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ കൂടുതൽ പാസഞ്ചർ ട്രെയിൻസും അനുവദിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ വിഴിഞ്ഞം പദ്ധതി വരുമ്പോഴത്തേക്കും ഇനി ട്രെയിനും ആയിട്ടുള്ള കണക്ടിവിറ്റിയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിലെ ആ ഒരു പാത സ്ട്രെങ്തൻ ചെയ്തില്ലെങ്കിൽ നമുക്ക് അതിലൂടെ അധികം ട്രെയിനുകൾ ഓടിക്കാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഇനി ഒരു 2ാം പാതയും 3ാം പാതയും 4ാം പാതയെല്ലാം പലയിടത്തും ആവശ്യകതയുണ്ടെന്ന് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ വികസനം എല്ലാം തന്നെ നമുക്ക് അത്യാവശ്യമാണ്. അതെല്ലാം നമുക്ക് ഉടനെ തന്നെ തീർക്കാനും എത്രയും സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഞാൻ ഷിബു സലയ എന്നോടൊപ്പം ബ്രണസ് രാജ് ഇന്നത്തേക്ക് ഇവിടെ വാങ്ങുന്നു. നന്ദി, നമസ്കാരം. കീപ് വാച്ചിങ് ക്രിസ് കേരള.